ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ വെജിറ്റബിൾ ദം ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ, കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും, ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെജിറ്റബിൾ ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ ജീരകശാല റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏത് ബ്രാൻഡിൻ്റെ ബിരിയാണി റൈസിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരി സോക്കാവാനായിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിവിടെ അടച്ചു വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സോയ ചങ്ക്സിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ഇവിടെ അടച്ചു വെക്കുക. 5 മിനിറ്റിന് ശേഷം ഈ സോയ ചങ്ക്സ് കുതിർന്നിട്ട് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാദ്യം ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സോയ ചങ്ക്സിലെ വെള്ളമൊക്കെ ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് കളഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഈ സോയ ചങ്ക്സിലെ വെള്ളമൊക്കെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ ബിരിയാണി കുക്കറിലാണ് കേട്ടോ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഓയിലും ഗീയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ പിന്നെ കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുക്കുക. റൈസിൻസ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നാൽ പിന്നെ ഇത് രണ്ടും ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റുക. കാഷ്യൂ നട്ട്സൊക്കെ കോരിയെടുത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ചെറിയൊരു സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഗീയിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 3ഉം കൂടി ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം സവാള നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ കട്ട് ചെയ്തതും പിന്നെ വലിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും പിന്നെ നമ്മൾ വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ച സോയ ചങ്ക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോളിഫ്ലവറിൽ പുഴൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിത് ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് പച്ചക്കടല വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ, അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരു ഹാഫ് കുക്കാവുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൗഡറാണ്. നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത തലശ്ശേരി ബിരിയാണി മസാല പൗഡറാണ്. ഈ ബിരിയാണി മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ തൈരും ബിരിയാണി മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിവിടെ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചോറ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, വെള്ളം വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇനി ഈ റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ബേ ലീഫ്, കുറച്ച് ഏലക്കയും ഗ്രാമ്പും പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത റൈസ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ റൈസിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഈ റൈസ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോവാതെയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 90% വേവാവുന്നത് വരെ ഈ റൈസ് വേവിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഈ റൈസ് കുക്കായിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വെള്ളവും അരിയും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ റൈസ് ഒരു 90% വരെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി ബാക്കി 10% നമ്മൾ ഈ റൈസ് ദം ചെയ്തെടുക്കൂലേ, അപ്പോൾ വെന്ത് കിട്ടും. ഇനി ഇതിലെ വെള്ളമൊക്കെ വാർത്തെടുക്കാനായിട്ട് ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ റൈസിലെ വെള്ളമൊക്കെ വാരാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് ചൂടോട് കൂടിയിട്ട് തന്നെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. ആദ്യം ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മസാലയുടെ മുകളിലേക്ക് ആദ്യം ഇതിൽ നിന്നും പകുതി റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൗഡറും പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചോറ് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ബിരിയാണി മസാല പൗഡറും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും ഇല്ലേ, അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ചോറ് മുഴുവനും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ നമ്മളെടുത്ത 3 കപ്പ് റൈസും മസാലയും ഈ കുക്കറിലേക്ക് കറക്റ്റാണ് കേട്ടോ. നമ്മൾ വേവിച്ചെടുത്ത ചോറ് മുഴുവനും ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും കുറച്ച് ബിരിയാണി മസാല പൗഡറും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗീ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 kg ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മസാല ഉണ്ടാക്കാനും പിന്നെ ഈ ചോറിലേക്കും കൂടിയിട്ട് മൊത്തത്തിൽ 50 ml 6 kg 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ദം ചെയ്തിട്ടെടുക്കുക. ആദ്യം 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് 20 മിനിറ്റ് വരെ കുക്കർ തുറക്കാതെ അങ്ങനെ തന്നെ വെക്കുക. മൊത്തത്തിൽ ഒരു 25 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി നല്ലതുപോലെ ദമ്മായി കിട്ടും. അപ്പോൾ ഈ ബിരിയാണി ദമ്മായി വരുമ്പോഴേക്കും ചിക്കനും മട്ടനും ബീഫൊന്നും കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു കിടിലൻ നൈറ്റാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടാറ്റോ, അതായത് ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ പൊട്ടാറ്റോയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ പൊട്ടാറ്റോയിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അത് നേരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ മുഴുവനും ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു തവി കൊണ്ട് ഈ പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു മസാലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അതുപോലെ സോയ ചങ്ക്സ്, വഴുതനങ്ങൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പൊട്ടാറ്റോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 25 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നല്ലതുപോലെ ദമ്മായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി ദമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കറിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടോ, ഈ റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും അതുപോലെ കുഴഞ്ഞു പോകാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാൽ വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും, അത്രക്ക് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി മുഴുവനും ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ ബിരിയാണി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണിത്. നിങ്ങൾ ഇതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്